ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പുതിയ SCERT പാഠപുസ്തകത്തെ ആസ്പദമാക്കിയിട്ടുള്ള ക്ലാസ്സുകളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി വരുന്നുള്ള എല്ലാ തരത്തിലുള്ള എക്സാമിനും പ്രയോജനം ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. നമ്മളെ മധ്യകാല ഇന്ത്യയും സാംസ്കാരിക പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ് നോക്കുന്നത്. മധ്യകാല ഇന്ത്യയിലെ സാംസ്കാരിക പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ്. എക്സാമിന് സാംസ്കാരികവുമായി ബന്ധപ്പെട്ട മേഖലയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ നിങ്ങൾ ഇത് കേട്ട് കണ്ട് ഇരിക്കണം. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും കുലശേഖര ആഴ്വാർ എന്ന ഭക്തകവിയെ കുറിച്ച്. കേട്ടിട്ടുണ്ടോ? കുലശേഖര ആഴ്വാർ എന്ന് പറയുന്ന ഭക്തകവി രചിച്ചൊരു കൃതിയുണ്ട്, പെരുമാൾ തിരുമൊഴി. എന്താണ് പെരുമാൾ തിരുമൊഴി? അപ്പോൾ ഈ പെരുമാൾ തിരുമൊഴി രചിച്ചിട്ടുള്ളത് കുലശേഖര ആഴ്വാർ ആണ്. അപ്പോൾ ഭക്തിയെ അടിസ്ഥാനമാക്കി രചിച്ചിട്ടുള്ള ഭക്തകവി കൂടിയാണ് കുലശേഖര ആഴ്വാർ. അദ്ദേഹം രചിച്ചിട്ടുള്ള കൃതിയാണ് ഇത് പെരുമാൾ തിരുമൊഴി. ദക്ഷിണേന്ത്യൻ ഭക്തി പ്രസ്ഥാനത്തെ കുറിച്ചാണ് ആദ്യമായി നമ്മൾ നോക്കുന്നത്. ദക്ഷിണേന്ത്യയിൽ ജീവിച്ചിരുന്ന ഭക്തകവികളിലെ മിക്ക ആൾക്കാരും ആഴ്വാർമാർ, എന്താണ് ആഴ്വാർമാർ എന്നറിയപ്പെട്ടിരുന്ന വിഷ്ണു ഭക്തരും, അതുപോലെ തന്നെ നായനാർമാർ എന്നറിയപ്പെട്ടിരുന്ന ശിവഭക്തരും. അപ്പോൾ ഈ ഭക്തകവികൾ ആഴ്വാർമാരുമായിരുന്നു, അതുപോലെ തന്നെ നായനാർമാരുമായിരുന്നു. രണ്ട് വിഭാഗമായിരുന്നു. വിഷ്ണു ഭക്തരാണ് ആഴ്വാർമാർ, അതുപോലെ തന്നെ നായനാർമാർ ശിവഭക്തരുമാണ്. ഈ ഭക്തി പ്രസ്ഥാനം ഒരു ജനകീയ പ്രസ്ഥാനമായി രൂപം കൊണ്ട സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ കൂട്ടുകാരെ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം തമിഴ്നാടാണ് ഭക്തി പ്രസ്ഥാനം ഒരു ജനകീയ പ്രസ്ഥാനമായി രൂപം കൊണ്ട സംസ്ഥാനം. അതിനകത്ത് ആഴ്വാർമാര് രചിച്ചിരുന്ന പ്രബന്ധങ്ങളെ അല്ലെങ്കിൽ കൃതികളെ അതല്ലെങ്കിൽ രചനകളെ അറിയപ്പെട്ടിരുന്നത് 4000 ദിവ്യ പ്രബന്ധം എന്താണ് 4000 ദിവ്യ പ്രബന്ധം എന്നാണ് ആഴ്വാർമാരുടെ രചനകളെ അറിയപ്പെട്ടിരുന്നത്. നായനാർമാരുടെ രചനകളെ തിരുമുറൈകൾ എന്നും. ആഴ്വാർമാരുടെ രചനകളെ 4000 ദിവ്യ പ്രബന്ധം എന്നും നായനാർമാരുടെ രചനകളെ തിരുമുറൈകൾ എന്നുമാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഭക്തി പ്രസ്ഥാനത്തിലെ പ്രധാന കവികളെ കുറിച്ച് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. വിഷ്ണു ഭക്തരെ നമ്മൾ പറഞ്ഞു ആഴ്വാർമാർ എന്നറിയപ്പെടും, ശിവഭക്തരെ നായനാർമാർ എന്നറിയപ്പെടും. അതിലെ ആഴ്വാർമാരിൽ പ്രസിദ്ധനായിരുന്ന ആളെ നിങ്ങൾക്കറിയാം, ആരാണ്? കുലശേഖര ആഴ്വാർ അല്ലെ. അതുപോലെ തന്നെ മറ്റ് ആഴ്വാർമാരിൽ വിഷ്ണു ഭക്തരിൽ പ്രസിദ്ധമായിട്ടുള്ളത് പെരിയാഴ്വാർ, നമ്മാഴ്വാർ, ആണ്ടാൾ. അതേപോലെ ശിവഭക്തരെ അറിയപ്പെടുന്ന നായനാർമാർ എന്നാണ്. കാരക്കൻ അമ്മയാർ, അപ്പാർ, സമ്പന്തർ, സുന്ദരർ, മാണിക്യവാസകർ ഇവരൊക്കെ ഭക്തി പ്രസ്ഥാനത്തിലെ നായനാർമാർ വിഭാഗത്തിൽപ്പെട്ട പ്രധാന കവികളാണ്. ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം, ഒരു പക്ഷേ എക്സാമിന് ഇതൊക്കെ ചോദിക്കാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കന്നഡ ദേശത്തെ മനുഷ്യസ്നേഹി എന്നറിയപ്പെടുന്ന ബസവണ്ണയെ കുറിച്ച്. ബസവണ്ണ രൂപീകരിച്ചതാണ് അനുഭവ മണ്ഡപം എന്നുള്ളത് ബസവണ്ണ രൂപീകരിച്ചതാണ്. എന്താണ് അനുഭവ മണ്ഡപം? 12ാം നൂറ്റാണ്ടിൽ ബസവണ്ണ സ്ഥാപിച്ച ആത്മീയ ചർച്ചാ വേദിയാണ് അനുഭവ മണ്ഡപം. അറിഞ്ഞിരിക്കണം, അനുഭവ മണ്ഡപം എന്ന് പറയുന്ന ആത്മീയ ചർച്ചാ വേദി സ്ഥാപിച്ചത് ബസവണ്ണയാണ്. അല്ലമ പ്രഭു, അക്കാ മഹാദേവി എന്നിവർ ഈ അനുഭവ മണ്ഡലത്തിലെ ചർച്ചകൾക്ക് നേതൃത്വമൊക്കെ നൽകിയിരുന്നു. ആത്മീയ ചർച്ചാവേദിയാണ് അനുഭവ മണ്ഡപം എന്ന് പറയുന്നത്. ജാതി, ലിംഗവിവേചനം എന്നിവ പരിഗണിക്കാതെ എല്ലാവർക്കും ചർച്ചകളിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചിരുന്ന ഒന്നായിരുന്നു അനുഭവ മണ്ഡപം. ആത്മീയ ചർച്ചകൾക്കും അറിവ് പുതുക്കലിനുമായിട്ടാണ് ജനങ്ങൾ ഈ അനുഭവ മണ്ഡലത്തിൽ എത്തിയിരുന്നത്. അപ്പോൾ ആത്മീയ ചർച്ചാവേദിയായ അനുഭവ മണ്ഡപം സ്ഥാപിച്ചത് ആരാണ്? ബസവണ്ണയാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ചർച്ചകൾ നടത്തുമ്പോൾ അനുഭവ മണ്ഡപത്തിലെ ചർച്ചയിൽ ഉയർന്നു വരുന്ന ആശയങ്ങളെ വചനങ്ങൾ എന്ന പേരിൽ ജനങ്ങളിലേക്ക് പകർന്നൊക്കെ നൽകുന്നുണ്ട്. അപ്പോൾ ആരാണ് ഈ ബസവണ്ണ?
കന്നഡ ദേശത്ത്, കർണാടക ദേശത്ത് ജീവിച്ചിരുന്ന തത്വചിന്തകനും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്നു. 12-ാം നൂറ്റാണ്ടിൽ കവിയുമൊക്കെയായിരുന്നു ബസവണ്ണ. സമൂഹത്തിൽ നിലനിന്നിരുന്ന സാമൂഹികവും മതപരമായ വിവേചനങ്ങളെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ തീരുമാനിച്ച വ്യക്തി കൂടിയാണ് ബസവണ്ണ. സ്വാതന്ത്ര്യവും സമത്വവും സാമൂഹ്യ നീതിയും എന്നിവയിൽ അധിഷ്ഠിതമായ കാഴ്ചപ്പാടാണ് ഈ ബസവണ്ണ മുന്നോട്ട് വെച്ചത്. കർണാടകയിലെ ബസവണ്ണ കല്യാണിൽ സ്ഥാപിച്ചിരിക്കുന്ന ബസവണ്ണയുടെ പ്രതിമയാണ് നിങ്ങൾക്ക് വലത് സൈഡിൽ ചിത്രത്തിൽ കാണാനായിട്ട് സാധ്യമാകുന്നത്. അപ്പോൾ ഇതിനകത്ത് വീരശൈവ പ്രസ്ഥാനം, ഈ വീരശൈവ പ്രസ്ഥാനം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ബസവണ്ണയുമായിട്ട്. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ആരാണ്? ബസവണ്ണ സ്ഥാപിച്ചതാണ് വീരശൈവ പ്രസ്ഥാനം. അപ്പോൾ ഈ വീരശൈവ പ്രസ്ഥാനത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങളൊന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. ബ്രാഹ്മണ മേധാവിത്വത്തെയും വേദങ്ങളുടെ പ്രാമാണികതയൊക്കെ ചോദ്യം ചെയ്തു ബസവണ്ണ സ്ഥാപിച്ച വീരശൈവ പ്രസ്ഥാനം. അതുപോലെ തന്നെ ജാതി വിവേചനത്തിനും സ്ത്രീ വിവേചനത്തിനുമെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ചു. ഏകദൈവ വിശ്വാസം പ്രോത്സാഹിപ്പിച്ചു. തൊഴിലിന്റെയും അധ്വാനത്തിന്റെയും മഹത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്തി. അതുപോലെ തന്നെ ശൈശവ വിവാഹത്തെ എതിർക്കുകയും പ്രായപൂർത്തി വിവാഹം, വിധവാ പുനർവിവാഹം എന്നിവയൊക്കെ പ്രോത്സാഹിക്കുകയൊക്കെ ചെയ്തത് ബസവണ്ണയാണ്. അദ്ദേഹം സ്ഥാപിച്ച അല്ലെങ്കിൽ നേതൃത്വം കൊടുത്ത വീരശൈവ പ്രസ്ഥാനത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങൾപ്പെട്ടവയാണ് ഇവയൊക്കെ. ഇനി എക്സാമിന് സ്ഥിരം ചോദിക്കാറുണ്ട്, ഇതിൽ നിന്ന് ഇനിയും ചോദിക്കാം. ബസവണ്ണയുടെ സന്ദേശങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. പുനർജന്മമില്ല, ഈ ജന്മം ധന്യമാക്കി ജീവിക്കൂ എന്ന് പറഞ്ഞത് ബസവണ്ണയാണ്. അതുപോലെ തന്നെ ഈശ്വരാരാധനയ്ക്ക് ഇടനിലക്കാർ ആവശ്യമില്ല, ഈശ്വരനെ ആരാധിക്കാൻ ഇടനിലക്കാർ ആവശ്യമില്ല എന്ന സന്ദേശം നമുക്ക് നൽകിയതും ബസവണ്ണയാണ്. ഏത് ജാതിയിൽപ്പെട്ടവരായാലും മനുഷ്യർക്കെല്ലാം അവകാശങ്ങൾ തുല്യമാണ് എന്ന് ഉയർത്തിക്കാട്ടിയ വ്യക്തിയാണ് ആര്? ബസവണ്ണ. ചിന്തയും പ്രവൃത്തിയും നന്നായാൽ രാഷ്ട്രം ഉയർച്ച നേടുമെന്ന് ഉദ്ഘോഷിച്ചതും ആരാണ്? ബസവണ്ണയാണ്. അപ്പോൾ ഈ ബസവണ്ണയുടെ സന്ദേശങ്ങൾ അറിഞ്ഞിരിക്കണം, എക്സാമിന് ചോദിക്കും. മനുഷ്യ സ്നേഹവും സമത്വവും ഉയർത്തിക്കാട്ടിയ ബസവണ്ണയുടെ സന്ദേശങ്ങളാണ്. ചിന്തയും പ്രവൃത്തിയും നന്നായാൽ ആ രാഷ്ട്രം ഉയർച്ച നേടും. ഏത് ജാതിയിൽപ്പെട്ടവരായാലും മനുഷ്യർക്കെല്ലാം അവകാശങ്ങൾ തുല്യമാണ്. ഈശ്വരാരാധനയ്ക്ക് ഇടനിലക്കാർ ആവശ്യമില്ല. പുനർജന്മമില്ല, ഈ ജന്മം ധന്യമാക്കി ജീവിക്കും. അതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കബീറിനെ കുറിച്ച്. എവിടെയാണ് കബീർ ജനിച്ചത്? നമ്മുടെ ഇന്നത്തെ ഉത്തർപ്രദേശ് സംസ്ഥാനത്ത് ജീവിച്ചിരുന്ന ഭക്തി പ്രസ്ഥാനത്തിന്റെ പ്രചാരകനായിരുന്നടേ, മാനവ മൈത്രിയുടെ പ്രചാരകൻ എന്നറിയപ്പെടുന്ന കബീർ. കേട്ടിട്ടുണ്ടാവും. അല്ലാ, രാമൻ, കരീം, കേശവ്, ഹരി, ഹസ്രത്ത് എന്നിങ്ങനെ ദൈവത്തിന് വിളിപ്പേരുകളുണ്ടനവധി. പൊന്നുരുക്കി പണിതാം വളകൾ മോതിരങ്ങളും പൊന്നുതാനല്ലയോ, വൈജാത്യങ്ങൾ നാം നിർമ്മിക്കും പദങ്ങളിൽ മാത്രം. ഈ വരികൾ കബീറിൻ്റെതാണ്. അപ്പോൾ 15-ാം നൂറ്റാണ്ടിൽ ഉത്തർപ്രദേശിൽ ജീവിച്ചിരുന്ന ഭക്തി പ്രസ്ഥാനത്തിന്റെ പ്രചാരകനായിരുന്ന കബീർ എഴുതിയ വരികളാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയത്. നമ്മൾ അതിനെ ഹിന്ദിയിൽ ദോഹകൾ, ഈരടികൾ എന്നൊക്കെ അറിയപ്പെടാറുണ്ട്. 10th സ്റ്റാൻഡേർഡിൽ ഹിന്ദിയിൽ ഈ കബീറിൻ്റെയൊക്കെ ദോഹ പഠിക്കാനുണ്ട്. ദോഹകൾ എന്നറിയപ്പെടുന്ന കീർത്തനങ്ങളാണ് തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായിട്ട് കബീർ ഉപയോഗിച്ചിരുന്നത്. അറിഞ്ഞിരിക്കണം ഇത്. അതുപോലെ തന്നെ ഗുരുനാനാക്കിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഗുരുനാനാക്ക് ആരായിരുന്നടേ? 15-ാം നൂറ്റാണ്ടിൽ പഞ്ചാബിലെ ഷേഖ്പുരയിലെ, ഇപ്പോൾ പാകിസ്ഥാനിലെ പഞ്ചാബാണ്, പഞ്ചാബിലെ ഷേഖ്പുരയിലെ തൽവണ്ടിയിലാണ്, ആ തൽവണ്ടി ഗ്രാമത്തിലാണ് ഗുരുനാനാക്ക് ജനിച്ചത്. വിവിധ മതങ്ങളുടെ ആശയങ്ങളെ സമന്വയിപ്പിക്കാൻ ശ്രമിച്ച വ്യക്തി കൂടിയായിരുന്നു ഗുരുനാനാക്ക്. അതുപോലെ തന്നെ എക്സാമിന് ചോദിക്കും, എല്ലാ വിഭാഗം ജനങ്ങൾക്കും
ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനാകുന്ന പൊതു അടുക്കള എന്ന പ്രാധാന്യ പൊതു അടുക്കളയ്ക്ക് ഒരു പേരറിയപ്പെടും ലങ്കാർ. ആ ലങ്കാറിന് പ്രാധാന്യം വ്യക്തമാക്കിയ വ്യക്തി കൂടിയാണ് ആര്? ഗുരുനാനാക്ക്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനാകുന്ന ലങ്കാർ അഥവാ പൊതു അടുക്കളയുടെ പ്രാധാന്യം വ്യക്തമാക്കിയത് അദ്ദേഹമാണ്. ഇദ്ദേഹത്തിന്റെ ആശയങ്ങളാണ്, നിങ്ങൾക്കറിയാം, ഇന്ത്യയിലെ പഞ്ചാബിലെ ഒരുപാട് സിഖ് മതസ്ഥരുണ്ട് അല്ലെ. ഈ ഗുരുനാനാക്കിന്റെ ആശയങ്ങളാണ് പിൽക്കാലത്ത് സിഖ് മതത്തിന്റെ രൂപീകരണത്തിന് വഴി തെളിക്കുന്നത്. എക്സാമിന് ചോദിക്കാം. അതുപോലെ തന്നെ അമൃത്സറിലെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും ബാബ അടൽ ഗുരുദ്വാര. ഈ ബാബ അടൽ ഗുരുദ്വാര ഗുരുനാനാക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൂടി സന്ദർഭവശാൽ അറിഞ്ഞിരിക്കണം. നിങ്ങൾ അതുപോലെ തന്നെ സൂഫിസം എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലേ. സൂഫിസം എന്ന പദമുണ്ടായത് കമ്പിളി എന്ന അർത്ഥം വരുന്ന സുഫ് എന്ന വാക്കിൽ നിന്നോ ശുദ്ധി എന്ന അർത്ഥം വരുന്ന സഫി എന്ന വാക്കിൽ നിന്നോ ആണെന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. സുഫ് എന്ന വാക്കിൽ നിന്നോ അല്ലെങ്കിൽ സഫി, സുഫിന്റെ അർത്ഥം കമ്പിളി എന്നാണ്, അതുപോലെ സഫി എന്ന അർത്ഥം ശുദ്ധി എന്നാണ്. ഓക്കെ. മധ്യേഷ്യൻ പ്രദേശങ്ങളിൽ രൂപം കൊണ്ട ഇസ്ലാമിക ഭക്തി പ്രസ്ഥാനമാണ് സൂഫിസം എന്ന് പറയുന്നത്. അപ്പോൾ ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകി ആഡംബര ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നവരാണ് ഈ സൂഫി ഗുരുക്കന്മാർ. സൂഫി ഗുരുവിനെ പീർ എന്നും അനുയായികളെ മുരീദ് എന്നുമാണ് അറിയപ്പെട്ടിരുന്നത്. സൂഫി ഗുരുവിനെ പീർ അഥവാ ഷെയ്ഖ് എന്നും അനുയായികളെ മുരീദ് എന്നുമാണ് അറിയപ്പെടുന്നത്. ആ വസ്തുത മറന്നു പോകരുത്. സൂഫി വര്യന്മാരെ കുറിച്ച് നമ്മൾ ഇതിനകത്തുനിന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഈ സാംസ്കാരികവുമായി ബന്ധപ്പെട്ടതാണ്, കലയും സാംസ്കാരിക ഭാഗത്തിൽ നിന്നൊക്കെ മധ്യകാല ഇന്ത്യയെ സംബന്ധിച്ച് ചോദിക്കാം. സൂഫികളുടെ താമസ സ്ഥലങ്ങളായിരുന്നു ഖാൻ ഗാഹുകൾ. അറിഞ്ഞിരിക്കണം, സൂഫികളുടെ താമസ സ്ഥലത്തെ എങ്ങനെയായിരുന്നു അറിയപ്പെടുന്നത്? ഖാൻ ഗാഹുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഖവാലി. ഈ ഖവാലികൾ എന്ന് പറയുന്നത് സൂഫി കേന്ദ്രങ്ങളിൽ സമ എന്ന പ്രത്യേക ഗാനാലാപന ശൈലിയിൽ ആലപിച്ചിരുന്ന ഭക്തിഗാനമാണ് ഖവാലികൾ. സൂഫി കേന്ദ്രങ്ങളിൽ സമ എന്ന പ്രത്യേക ഗാനാലാപന ശൈലിയിൽ ആലപിച്ചിരുന്ന ഭക്തിഗാനങ്ങളാണ് ഖവാലികൾ. സൽത്തനത്ത് മുഗൾ കാലഘട്ടത്തിൽ വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാക്കാൻ സൂഫികൾക്ക് സാധിച്ചിരുന്നു. ഇന്ത്യയിലെ പ്രധാന സൂഫി വര്യന്മാരും അവരുമായി അവർ ജീവിച്ചിരുന്ന പ്രദേശങ്ങളും കൂടി അറിഞ്ഞിരിക്കണം. എക്സാമിന് ചോദിക്കും. ഷെയ്ഖ് ഷിഹാബുദ്ദീൻ സുഹറവർദി സിൽഹറ്റ് പ്രദേശത്തായിരുന്നു വസിച്ചിരുന്നത്. ആരാണ്? ഷെയ്ഖ് ഷിഹാബുദ്ദീൻ സുഹറവർദി. അതുപോലെ തന്നെ ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ ഡൽഹിയിലാണ് ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ. അതുപോലെ തന്നെ ഖ്വാജ മൊയിനുദ്ദീൻ ചിസ്തി അജ്മീർ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അജ്മീർ ദർഗയൊക്കെ അല്ലെ. ഖ്വാജ മൊയിനുദ്ദീൻ ചിസ്തി അജ്മീർ. അതുപോലെ തന്നെ നിങ്ങളെ ഉറുദു ഭാഷയിലെ ഏറ്റവും ശ്രദ്ധേയനായ എഴുത്തുകാരനായ അമീർ ഖുസ്രുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ. നമുക്കറിയാം പേർഷ്യനും ഹിന്ദിയും ചേർന്നാണ് ഉറുദു. ആ ഉറുദുവാണ് ഇന്ത്യയുടെ സാംസ്കാരിക സമന്വയത്തിന് ഉദാഹരണമായി തീർന്നത്. കബീറിന്റെ ദോഹകൾ നമുക്കറിയാം അല്ലെ. അതുപോലെ തന്നെ ഉറുദു ഭാഷയിലെ ഏറ്റവും ശ്രദ്ധേയനായ എഴുത്തുകാരനായിരുന്നു അമീർ ഖുസ്രു എന്ന് നമുക്കറിയാം. അറിയണം, എക്സാമിന് ചോദിക്കും. ഓരോ ഭാഷയിലെയും കൃതികളും അതിന്റെ രചയിതാക്കന്മാരെ കുറിച്ചും അറിഞ്ഞിരിക്കണം. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രാദേശിക ഭാഷകളിലുണ്ടായ പ്രധാനപ്പെട്ട സാഹിത്യ കൃതികളും അവയുടെ രചയിതാക്കളെ കുറിച്ചുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രാദേശിക ഭാഷയിൽ തമിഴ് കൃതി 4000 ദിവ്യപ്രബന്ധം തിരുമുറൈകൾ. എന്താണ് 4000 ദിവ്യപ്രബന്ധം തിരുമുറൈകൾ എന്ന് പറയുന്ന കൃതികൾ രചിച്ചത് 4000 ദിവ്യപ്രബന്ധം ആഴ്വാർമാരും തിരുമുറൈകൾ എന്ന് പറയുന്ന
കൃതി രചിച്ചത് നായനാർമാരുമായിരുന്നു. തമിഴ് ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത്. അതുപോലെ കന്നഡ ഭാഷയിൽ രചിച്ചിട്ടുള്ളതാണ് വചനങ്ങൾ. ബസവണ്ണയും അക്കാ മഹാദേവിയും അല്ലമാപ്രഭുവും അല്ലെ. വചനങ്ങൾ ബസവണ്ണയും അക്കാ മഹാദേവിയും അല്ലമ പ്രഭുവും. അതേപോലെ തെലുങ്ക് ഭാഷയിൽ രചിച്ചിട്ടുള്ളതാണ് മഹാഭാരത വിവർത്തനം ചെയ്തിട്ടുള്ളത് നന്നയെയും തിക്കണ്ണയും യരപ്രകൃതയും. ആരൊക്കെയാണ്? നന്നയ്യ, തിക്കണ്ണ, യരപ്രകൃത. അതുപോലെ തന്നെ ബംഗാളി ഭാഷയിൽ ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. ഗീതാ ഗോവിന്ദം എന്ന് പറയുന്ന കൃതി ബംഗാളി ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത്. ജയദേവനാണ് രചിച്ചത്. കേട്ടോടെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ബംഗാളി ഭാഷയിലാണ് ഗീതാ ഗോവിന്ദം രചിച്ചിട്ടുള്ളത്. ആരാണ് ഗീതാ ഗോവിന്ദം രചിച്ചത്? ജയദേവൻ. അതുപോലെ തന്നെ ഹിന്ദി ഭാഷയിൽ പത്മാവത്, ഈ പത്മാവത് എന്ന് പറയുന്ന കൃതി ഹിന്ദി ഭാഷയിൽ രചിച്ചത് മാലിക് മുഹമ്മദ് ജെയ്സിയാണ്. മാലിക് മുഹമ്മദ് ജെയ്സിയാണ് പത്മാവത് എന്ന് പറയുന്ന കൃതി ഹിന്ദി ഭാഷയിൽ രചിച്ചത്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം മലയാള ഭാഷയിൽ ജ്ഞാനപ്പാന രചിച്ചത് പൂന്താനം അല്ലേ. പൂന്താനത്തെ കുറിച്ച് നിങ്ങൾക്കറിയാം. മലയാള ഭാഷയിലാണ് ജ്ഞാനപ്പാന രചിച്ചത്. അതുപോലെ തന്നെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം കിളിപ്പാട്ട് അല്ലേ. അതുപോലെ തന്നെ ഖാസി മുഹമ്മദിന്റെ മുഹിയുദ്ദീൻ മാല എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഖാസി മുഹമ്മദാണ് മുഹിയുദ്ദീൻ മാലയുടെ രചയിതാവ്. അപ്പോൾ ഇതും കൂടി അറിഞ്ഞിരിക്കണം. അപ്പോൾ കുറച്ച് മധ്യകാല ഇന്ത്യയുമായി ബന്ധപ്പെട്ട സാംസ്കാരികങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. എക്സാമിന് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. സോ ഇത് മനസ്സിലാക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ, ടേക്ക് കെയർ.